കുട്ടികളുടെയൊക്കെ തലമുടിയാണെങ്കിലും നമ്മുടെയൊക്കെ തലമുടിയാണെങ്കിലും പെട്ടെന്ന് നല്ല ഉള്ളോടും നീളത്തോടും കൂടിയൊക്കെ വളരാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു താളുണ്ടാക്കി കാണിച്ചു തരട്ടെ. അപ്പം ഈ ഒരു രീതി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് താളി തേച്ച് കുട്ടികൾക്ക് കൊടുക്കാം. നല്ലൊരു ഹെയർ ഷാമ്പൂ ആയിട്ടോ കണ്ടീഷണറൊക്കെ ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് കുട്ടികളുടെയൊക്കെ മുടി വളരും കേട്ടോ. അപ്പം നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ടും പിന്നെ തലയിലൊക്കെ പെയിൻ ശല്യം, ഈരിൻ്റെ ശല്യം അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇത് മാറി കിട്ടാനായിട്ട് നല്ല കേട്ടോ ഈ ഒരു താളി. അപ്പോൾ ഉണ്ടല്ലോ നമുക്കിത് എടുക്കേണ്ടത് ഇത് ഭൃംഗരാജ് എന്നൊക്കെ പറയും. അത് നമ്മൾ കയ്യോന്നി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കയ്യോണ്യം. ഇതാണ് കേട്ടോ ഇത്. നമ്മൾ റോഡരികത്തും വഴിവക്കത്തും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇത് മുടി വളരാനൊക്കെ ആയിട്ട് എണ്ണ കാച്ചാനൊക്കെ ആയിട്ടും അതല്ലാണ്ട് ഇത് ഉണക്കി പൊടിച്ചൊക്കെ സാധാ നമ്മൾ വെറുതെ എണ്ണയിൽ വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ ആയിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. ആ കാലധാനം മാറാനൊക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒന്നാണ് കേട്ടോ ഈ കാണുന്ന കയ്യോന്നി. അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയട്ടെ ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും ഇതിൻ്റെയൊക്കെ ഇതും. അപ്പം ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നല്ല എയർടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കവറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കിതിങ്ങനെ ഉണ്ടാക്കി എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പമാണ്. അതല്ലെങ്കിൽ സൂക്ഷിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലെൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഇത് കിട്ടാത്ത ആളുകളുടെ ആരായിട്ട് പറഞ്ഞ്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ താളി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. 1-2 പൂവും കൂടെ എടുക്കാം കേട്ടോ. നമ്മൾ ചെമ്പരത്തി എടുക്കുമ്പം പൂവും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തലമുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഇതും കൂടെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കല്ലിൽ നിന്നിട്ട് ഉരച്ചെടുക്കുന്നതിലൊക്കെ ഏറ്റവും നല്ലത് മിക്സിയുടെ ജാറിലേക്കാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഞാൻ പനിക്കൂർക്കയ്ക്ക് പകരമായിട്ട് ഇരുവേലിയാണ് എടുത്തേക്കുന്നത്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഈ പനിക്കൂർക്കൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇരുവേല ഉണ്ടെങ്കിൽ എടുക്കാം, പനിക്കൂർക്ക ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കുക കേട്ടോ. ഇത് ഈ പനിക്കൂർക്ക നമുക്ക് ഇടുന്നത് കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനൊക്കെ ആയിട്ടും അതുപോലെ മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്, നീർക്കെട്ട് വീഴത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുളസിയില ഇട്ടാലും മതി കേട്ടോ. പെൻ ശല്യം, ഈരിൻ്റെ ശല്യമൊക്കെ ഉള്ള കുട്ടികളുടെ തലയിൽ അതിൽ താരം മാറാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഇട്ട് വയ്ക്കുക. താരൻ ഉള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ താരം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. മിക്സിയുടെ ജാറിൽ നമുക്കൊരു 2-3 കറക്കി എടുക്കട്ടെ. ഇത് നിങ്ങൾ കറക്കി എടുക്കുമ്പോൾ തന്നെ കണ്ടിട്ട് നമ്മൾ ശരിക്കും ഡൈയുടെ ഒക്കെ ഒരു കളർ, നല്ല കറുത്ത കളറാണ്. നമ്മൾ കയ്യോന്നിയുടെയൊക്കെ നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് കയ്യോന്നി നല്ലതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ കാച്ചി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എണ്ണ കാച്ചി ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ ഇതുപോലെ നിങ്ങൾ താളിയായിട്ട് തല തേക്കുകയാണെങ്കിൽ അകാലനര മാറാനൊക്കെ ആയിട്ടും അതുപോലെ നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പം തണുപ്പുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനാണ് തുളസിയില ഒന്നല്ലെങ്കിൽ പനിക്കൂർക്കൻ്റെ ലീഫ് ഞാൻ ഇടാൻ പറഞ്ഞു കേട്ടോ. ഇത് പെട്ടെന്ന് മുടി വളരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലെ കുട്ടികളൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ദിവസങ്ങൾ തേച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുടി വളരും. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഹെയർ കണ്ടീഷണറൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാം. കെമിക്കൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുട്ടികളുടെ തലമുടി കഴിയുന്നതിലൊക്കെ എത്രയും നല്ലതാണ്. നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന താളി ഇങ്ങനെയൊക്കെ ഒന്ന് തലയിലത്തെ കുട്ടികൾക്ക് തേച്ച് കൊടുത്തു നോക്കട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് എല്ലാ അമ്മറിലേക്ക് എത്തിക്കാം കേട്ടോ. പിന്നെ നല്ലൊരു വീണ്ടും കാണാം. എന്തെങ്കിലും ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. ബൈ.